നമ്മുടെ ഇവിടെ മരുന്നുകളില്ലാത്ത ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. ഇതിനെ സമീപിക്കുന്ന പ്രമേഹം, അതുപോലെ രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് അറിയാം അത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്. അപ്പോൾ ജീവിതശൈലിയിൽ നിന്ന് തന്നെ വന്നതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് രോഗകാരണത്തിനെ ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ പറ്റുമായിട്ട് അവരുടെ ഏതൊരു അവയവത്തിനെയാണ് ബാധിച്ചത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് സെൽസ് ആക്ടിവേഷൻ ചെയ്ത് അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയെടുക്കുന്നതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈലും ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ ഈ പൂർണ്ണമായിട്ടും തന്നെ പ്രമേഹമായാലും സമ്മർദ്ദമായാലും കൊളസ്ട്രോൾ ആയാലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാൽപാദങ്ങളിൽ ശരീരത്തിലെ എല്ലാ ആന്തരിക അവയവങ്ങളുടെ നാഡിഞരമ്പിന്റെ എൻഡിങ് പോയിന്റ് ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് അതിനെ മർദ്ദം ചൊലുത്തി അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും. അങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കുമ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിലെ റുട്ടീൻസും കറക്റ്റ് ആയാൽ ഇത് പൂർണ്ണമായിട്ടും തന്നെ മാറിയ കേസുകൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. പ്രമേഹം ബാധിച്ച ഒരു രോഗി ഇവിടെ വന്നാൽ നമ്മൾ ആദ്യം അവരുടെ കാൽപാദങ്ങളിലൂടെ പരിശോധിച്ച് നോക്കും. അവർക്ക് ഏതൊക്കെ ഓർഗൻസിനെ ബാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ നോക്കും. അതിനെ നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തി കഴിഞ്ഞ് അതിന് ഒരു പ്രത്യേക ഉത്തേജനം നൽകി അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ പ്രമേഹം വരാനുണ്ടായ കാരണം എന്താണെന്ന് നോക്കും. നമുക്കറിയാലോ പാൻക്രിയാസിന്റെ ബീറ്റാ സെൽസിന്റെ ഡാമേജസ് ആണ് പലപ്പോഴും പ്രമേഹത്തിലേക്ക് വഴിതെളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബീറ്റാ സെൽസ് ഡാമേജ് ആവാൻ പല കാരണങ്ങളുണ്ടാവും. അതിലേക്കുള്ള എനർജി പ്രവാഹം ശരിയല്ലാതെ വരാം, ന്യൂട്രീഷൻ കറക്റ്റ് അല്ലാതെ വരാം, ബ്രെയിൻ്റെ കോർഡിനേഷൻ ശരിയല്ല, അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. നമുക്കിത് കൃത്യമായിട്ട് തന്നെ കാൽപാദത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേക്കുന്നത്. എന്നിട്ട് അതിനെ കണ്ടെത്തി കഴിഞ്ഞിട്ട് അതിന് ഏതെല്ലാം ഓർഗൻസ് ആണ് ബന്ധപ്പെട്ടത് അതിനെ സെൽസ് ആക്ടിവേഷൻ ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി വന്ന് കാലില് തരിപ്പായ ധാരാളം ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ട്. അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കഴിയും. കാരണം നമ്മൾ കാൽപാദത്തിൽ ചെയ്യുമ്പോൾ തന്നെ കാൽപാദത്തിലേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യും, ഒപ്പം തന്നെ ഇന്റേണൽ എഫക്റ്റും കിട്ടും. അപ്പോൾ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഇതിനെ ചികിത്സിക്കാൻ പറ്റും.